വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷൻ, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നും കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ ഇങ്ങനെ എഴുതാം നമുക്ക്: ജനറ്റിക് വേരിയേഷൻ ഇൻ എ പോപ്പുലേഷൻ വിൽ റിമെയിൻ കോൺസ്റ്റന്റ് അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ഇവല്യൂഷണറി ഫോഴ്സ്. അപ്പം എന്താണ് ഒരു ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം? അവിടെ ഒരു പോപ്പുലേഷൻ, ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ആമയുടെ ഒരു പോപ്പുലേഷൻ ആണ്. ആ ഒരു പോപ്പുലേഷനിൽ ജനറ്റിക് വേരിയേഷൻ എപ്പോഴും റിമെയിൻ കോൺസ്റ്റന്റ്, വേറെ പുറത്തുള്ള ഒരു ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിലെ ജനറ്റിക് വേരിയേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ അലീൽ ഫ്രീക്വൻസിയും ജീനോടൈപ്പ് ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ അടുത്ത സ്ലൈഡിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ ആ ഒരു പോപ്പുലേഷൻ്റെ അലീൽ ഫ്രീക്വൻസിയും ജീനോടൈപ്പ് ഫ്രീക്വൻസിയും എപ്പോഴും ജനറേഷൻ ടു ജനറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇവല്യൂഷണറി ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കേസിൽ മാത്രം. അപ്പോഴാണ് അതിനെയാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിനു മുന്നേ ഈ ഒരു ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പോപ്പുലേഷനിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ആമയുടെ പോപ്പുലേഷൻ തന്നെ ആയിക്കോട്ടെ, ആ ഒരു പോപ്പുലേഷനിൽ മൈഗ്രേഷൻ പാടില്ല. ആ ഒരു പോപ്പുലേഷൻ്റെ ഉള്ളിലേക്ക് വേറൊരു സ്പീഷീസോ അല്ലെങ്കിൽ അവിടുന്ന് പുറത്തേക്കോ അവിടെ ഒരു ജീൻ പൂളിങ്ങോ അല്ലെങ്കിൽ ജീനിൻ്റെ ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നോ മൈഗ്രേഷൻ. രണ്ടാമത്തത് നോ മ്യൂട്ടേഷൻ. ആ ഒരു പോപ്പുലേഷനിൽ ആയിരിക്കും ജീനിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ. പിന്നെയോ റാൻഡം മേറ്റിംഗ്. അവിടെയുള്ള എല്ലാ സ്പീഷീസിനും റാൻഡമായിട്ട് മേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അതൊരു പോപ്പുലേഷൻ ലാർജ് പോപ്പുലേഷൻ ആയിരിക്കണം. പിന്നെയോ അവിടെ നമ്മൾ ഡാർവിൻ പറഞ്ഞ പോലെയുള്ള നാച്ചുറൽ സെലക്ഷൻ ഒന്നും പാടില്ല. ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റ് ആക്സസിബിൾ ആവുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് ആദ്യം അലീൽ ഫ്രീക്വൻസി നോക്കാം. നമ്മൾ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പറയുമ്പോൾ അവിടെ 2 ഇക്വേഷൻ പറയാനുണ്ട്. ഒരു അലീൽ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ഒരു ഇക്വേഷനും ജീനോടൈപ്പ് ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ഒരു ഇക്വേഷനും. അപ്പോൾ ആദ്യം നമുക്ക് അലീൽ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ഇക്വേഷൻ നോക്കാം. ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷനിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു അലീലും ഉണ്ട്, റെസസീവ് ആയിട്ടുള്ള ഒരു അലീലും ഉണ്ട്. ആ ഒരു ഡോമിനൻ്റ് അലീൽ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. ആമയുടെ കളറാണ് ഇവിടെ ആ ഒരു ട്രേറ്റ്, ക്യാരക്ടർ എന്ന് പറയുന്നത്. ഗ്രീൻ കളർ ആണെങ്കിൽ അത് ഡോമിനൻ്റ് ആണ്, അതിനെ ക്യാപിറ്റൽ ജി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. റെസസീവ് അലീലാണ് സ്മോൾ ജി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പോപ്പുലേഷനിലെ അലീൽ ഫ്രീക്വൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ P+Q=1. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു പോപ്പുലേഷനിൽ ആമകളുടെ ഗ്രീൻ കളറുള്ള ആമകളുടെ അലീൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.7 ആണെങ്കിൽ ഒരു ബ്ലൂ കളറുള്ള അലീൽ ഫ്രീക്വൻസി എപ്പോഴും എത്രയായിരിക്കും? 0.3 ആയിരിക്കും. എന്നാലേ 1 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അലീൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് ഡോമിനൻ്റ് അലീലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ P ആയിട്ട് എടുത്തത്. ഇപ്പോൾ റെസസീവ് അലീലിൻ്റെ ഫ്രീക്വൻസി Q ആയിട്ടും എടുത്തു. ഓക്കെ, Q ആയിട്ടും എടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ വേറൊരു ഇക്വേഷനിൽ ഉള്ളത് P² + 2PQ + Q² 1. 2 ഇക്വേഷൻ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ P² എന്ന് പറയുന്നത് എന്താ? ജീനോടൈപ്പ് ഫ്രീക്വൻസിയാണ്. ഏത് ജീനോടൈപ്പിൻ്റെ? ഹോമോസൈഗസ് ഡോമിനൻറ്റിൻ്റെ ജീനോടൈപ്പ് ഫ്രീക്വൻസി. Q² എന്ന് പറയുന്നത് ഹോമോസൈഗസ് റെസസീവിൻ്റെ ഫ്രീക്വൻസി, ജീനോടൈപ്പ് ഫ്രീക്വൻസി. 2PQ എന്ന് പറയുന്നത് ഹെട്രോസൈഗസിൻ്റെ കേസാണ്. അപ്പം ഇങ്ങനെയാണ് ഇതൊരു ഇക്വേഷൻ. ജസ്റ്റ് ഒരു നേരത്തെ കാണിച്ച അതേ നമ്പർ വെച്ചിട്ട് ഞാൻ എഴുതിയതാണ്. നമ്മൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാണ് ഈ ഒരു മെയിനായിട്ട് ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് P² + 2PQ + Q² ആണ്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. There are 400 tortoises out of which 300 are green color. ഒരു ലാർജ് പോപ്പുലേഷനിൽ 400 ആമകളുണ്ട്. അതിൽ 300 എണ്ണം ഗ്രീൻ കളറാണ്, അതായത് ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ ജീനോടൈപ്പിക് ഫ്രീക്വൻസിയും അലീൽ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആകെ 400 ടോർട്ടോയ്സ് ആമകളാണ് ഉള്ളത്. അതിൽ 300 എണ്ണം ഗ്രീൻ കളർ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ബ്ലൂ കളർ, ബാക്കി റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ടോർട്ടോയ്സ് എത്രയുണ്ട്? നമുക്ക് കിട്ടി 100 എണ്ണം. 400 ടോട്ടൽ ഇല്ലാത്തത് നമ്മൾ ഗ്രീൻ കളർ ഉള്ളത് മൈനസ് ചെയ്താൽ നമുക്ക് റെസസീവ് ആയിട്ടുള്ള ബ്ലൂ കളറിന്റെ ആമകളുടെ എണ്ണം കിട്ടി. രണ്ടാമത്തത് നമ്മൾക്ക് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഫൈൻഡ് ദ ഹോമോസൈഗസ് റെസസീവ് ഫ്രീക്വൻസി. അതായത് നമുക്കിപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഹോമോസൈഗസിന്റെ റെസസീവിന്റെ ഫ്രീക്വൻസിയാണ് ആദ്യം, അതായത് Q² ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. കാരണം എന്താ? ഈ പിയും ഡോമിനൻ്റ് ആണ്, 2pക്കും ഡോമിനൻ്റ് ആണ് അല്ലേ? അപ്പം നമ്മൾ ഡോമിനൻറ്റിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ അത് ഈ രണ്ടിലും ബാധകമാവും. അതേതാ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ ആയിരിക്കില്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യം Q² അങ്ങ് കണ്ടുപിടിക്കും. ഈ Q² കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, Q²ൻ്റെ നമ്പർ എത്രയാണോ അതിന് ടോട്ടൽ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, Q² എന്ന് വെച്ചാൽ ഹോമോസൈഗസ് റെസസീവിൻ്റെ ജീനോടൈപ്പ് ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിക്കാം. ഡോമിനൻറ്റിൻ്റെ ഒരിക്കലും ആദ്യം കണ്ടുപിടിക്കരുത്. കണ്ടുപിടിച്ചാൽ അത് ഏതാണ്, ഇതിൽ ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹോമോസൈഗസ് റെസസീവിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ അലീൽ ഫ്രീക്വൻസി. Q² കണ്ടുപിടിച്ചാൽ എന്തായാലും Q കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പം നമുക്ക് 0.5 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ Qൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത് പഠിച്ച ഇക്വേഷൻ ഇല്ലേ, P+Q = 1. അതിൽ Qൻ്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ Pൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ, 1ൻ്റെ അകത്തുനിന്ന് ഈ ഒരു 0.5 കുറച്ചു, നമുക്ക് Pയുടെ വാല്യൂ കിട്ടി. ഓക്കെ, നമുക്ക് P ആൻഡ് Q ഇവ രണ്ടിൻ്റെ അലീൽ ഫ്രീക്വൻസിയും കിട്ടി. Q² എന്ന് പറയുന്ന ജീനോടൈപ്പ് ഫ്രീക്വൻസിയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? P² കണ്ടുപിടിക്കണം. P² കണ്ടുപിടിക്കാൻ Pയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. അപ്പോൾ P² കണ്ടുപിടിക്കാം, 2pക്കും കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വളരെ സിമ്പിളായിട്ട് ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.